നമ്മളൊരു ഒറ്റ സ്പെഷ്യാലിറ്റി മാത്രം ചെയ്യാത്ത ഒരു ക്ലിനിക്കിൽ നിന്നുകൊണ്ട് ഇത്രയും കേസുകൾ പോസിറ്റീവായി കിട്ടി എന്നുള്ളത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം. റിസൾട്ട് കിട്ടി ആ കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, അവര് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഭവം ഒത്തിരി പ്രാവശ്യം അത് നമ്മൾ അനുഭവിച്ചു. നമ്മുടെ ക്ലിനിക്കിലേക്ക് അവർ വരും. പ്രിയപ്പെട്ടവരെ, സീനവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയ്സൺ. ഇത് നമ്മൾ ഒരു വ്യത്യസ്തമായ വീഡിയോയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്. അവരുടെ കളിയും ചിരിയും സന്തോഷവും ഒക്കെ നമുക്കൊക്കെ ഏറെ ഉന്മേഷം നൽകുന്നതാണ്. എന്നാൽ ഈ സന്തോഷവും കളിയും ചിരിയും ഒക്കെ നഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട്. ഒരുപാട് കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് ദമ്പതിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ആശ്വാസമാകുന്ന ഒരു ക്ലിനിക്ക് ചെറുപുഴയിലുണ്ട്, ഒരു ആയുർവേദ ക്ലിനിക്ക്. നമ്മൾ അലോപ്പതിയിലൊക്കെ ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആയുർവേദത്തിലെ സാധ്യതകളെക്കുറിച്ച്, ആയുർവേദത്തിലൂടെ തൻ്റെ ചികിത്സയിലൂടെ 50ാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ അവരുടെ മാതാപിതാക്കൾ തയ്യാറെടുക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു ഡോക്ടർ ചെറുപുഴയുണ്ട്, ഡോക്ടർ ജിനോ ഗോപാൽ. അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ വിശേഷങ്ങളിലേക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നു. ഡോക്ടർ തൻ്റെ ചികിത്സയിലൂടെ 50ാമത്തെ കുട്ടിക്കാണ് ജന്മം നൽകാനിരിക്കുന്നത്. അപ്പം 50 ദമ്പതിമാരുടെ സന്തോഷത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിശദമാക്കാവോ? 2008 ചെറുപുഴയിൽ നമ്മുടെ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. സാധാരണ എല്ലാവരും തുടങ്ങുന്നത് പോലെ തന്നെ ആയുർവേദത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമ്മൾ കൂടുതലായിട്ട് പെയിൻ അല്ലെ, അങ്ങനെ വേദനയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളൊക്കെയാണ്, വാദസംബന്ധമായ രോഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചികിത്സയിലേക്ക് കൊണ്ടുവരിക. അല്ലെ നമ്മൾ തുടക്കക്കാരെന്ന രീതിയിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ വന്ന് നമ്മുടെ ഒരു രീതി, നമ്മുടെ സമൂഹം നമ്മളെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നമുക്ക് തന്ന പിന്തുണ കൊണ്ട് സാധാരണ ഒരു ഓർത്തോപെഡിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജനറൽ ആയിട്ടുള്ള ഒരുപാട് കേസുകളിലേക്ക് മാറാനും അങ്ങനെ ഒരു ജനറൽ പ്രാക്ടീഷണർ എന്ന നിലയിൽ അറിയപ്പെടാനും സാധിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് അവിചാരിതമായി എൻ്റെ അടുത്ത് വന്ന ഒരു കേസാണ്. ഒരു ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ ഒരുപാട് ചികിത്സകൾ കഴിഞ്ഞ് നിൽക്കുന്നവരാണ് എന്ന് ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവർ വന്നത്. അപ്പം ആദ്യമായി അങ്ങനെ ആ കേസ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചികിത്സ അത് ആദ്യത്തെ കേസ് തന്നെ ഫലപ്രദമായി. ആ ഒരു റിസൾട്ടാണ് പിന്നീട് അതിനകത്തേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാരണമായി തീർന്നത്. അങ്ങനെ ഈ 18 വർഷത്തെ എൻ്റെ കരിയറിനിടയിൽ ഈ അവസാനത്തെ 12 വർഷം ആണ് ഈ ഒരു ചികിത്സയും കൂടി നമ്മൾ നമ്മുടെ ചികിത്സയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഈ 12 വർഷത്തെ ദീർഘമായ കാലത്തിനിടയിൽ ആയുർവേദം എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന കേസുകളുടെ എണ്ണം കുറവായിരുന്നു. കാരണം എല്ലാ കേസുകളും ചെയ്യുന്ന ഒരു ആളായതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീണ് കിട്ടുന്നതാണ് ഇത്തരം കേസുകൾ. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കൂടുതലായിട്ട് പോസിറ്റീവ് റിസൾട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. നമ്മളൊരു ഒറ്റ സ്പെഷ്യാലിറ്റി മാത്രം ചെയ്യാത്ത ഒരു ക്ലിനിക്കിൽ നിന്നുകൊണ്ട് ഇത്രയും കേസുകൾ പോസിറ്റീവായി കിട്ടി എന്നുള്ളത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഷെയർ ചെയ്യാനുള്ളത്. ഡോക്ടർ തൻ്റെ ഈ വനിതാ ക്ലിനിക്ക് സംബന്ധിച്ച് അധികം പരസ്യമൊന്നും ചെയ്തു കണ്ടിട്ടില്ല. ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ടാണ് ഇങ്ങനൊരു ക്ലിനിക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ ചെറുപുഴക്കാരനായിരുന്നിട്ട് കൂടി ഞാൻ പോലും അറിഞ്ഞത്. എന്താണ് ഡോക്ടർ ഇതിനൊരു പ്രത്യേക പരസ്യമൊന്നും ചെയ്യാതെ ഇങ്ങനെ ഈ ക്ലിനിക്ക് കൊണ്ടു നടക്കാൻ കാരണം? തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ അതൊരു സ്പെഷ്യാലിറ്റി മാത്രമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആയി പോകും. ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്ന ഒരു ക്ലിനിക്കാണ് നമ്മുടെ. ഏത് മേഖല, കുട്ടികളുടെ ചികിത്സയായാലും ഇതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചികിത്സയായാലും ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ചികിത്സയായാലും ഓർത്തോപീഡിക്സ് ആയാലും, അപ്പോൾ എല്ലാ മേഖലയിലും ചികിത്സിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു പ്രത്യേക കാറ്റഗറിയെ മാത്രം അഡ്വർടൈസ് ചെയ്യാൻ കഴിയാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല പൊതുവെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഫലം കിട്ടിയിരിക്കുന്ന ദമ്പതിമാർ പറഞ്ഞറിയുമ്പോൾ തന്നെയാണ് അതിന് കൂടുതൽ ആധികാരികത വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നിന്ന് കേസുകൾ വരുന്നതിൻ്റെ ഒക്കെ കാരണം അതാണ്. അവരുടെ റിസൾട്ട് അവർ തന്നെ നേരിട്ട് മറ്റൊരാളുമായി ഷെയർ ചെയ്യുമ്പോഴാണ് അതിനൊരു വിശ്വാസ്യത വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പം നമുക്ക് അവസാനം വരെ വന്നിരിക്കുന്ന കേസുകളൊക്കെ ഏതെങ്കിലും ഒരാൾ റെഫർ ചെയ്ത കേസുകളായിരിക്കും. അതായത് ഒരു പോസിറ്റീവായ ആൾക്കാർ റെഫർ ചെയ്ത കേസുകളായിരിക്കും. അത് കൂടുതൽ ആ വരുന്ന പേഷ്യൻസിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കാനും കൂടി അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എത്ര ലേറ്റ് ആയിട്ട് വരുന്ന കേസായാലും നമുക്ക് കുറച്ച് ചികിത്സയ്ക്ക്, ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക് കുറച്ചൊരു സമയമൊക്കെ വേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം
അവർക്ക് വെയിറ്റ് ചെയ്താലും പോസിറ്റീവ് റിസൾട്ട് അവർക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം പേഷ്യൻസിനുണ്ടാവും. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന റെഫറൻസ് കൊണ്ട് തന്നെ. അപ്പം ആ വശങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് കൂടുതൽ സഹായകരമാവുന്നതും പേഷ്യൻസിൻ്റെ ആ കോൺഫിഡൻസ് തന്നെയാണ് നമുക്കും അവരെ ചികിത്സിക്കാനുള്ള കോൺഫിഡൻസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളില്ലാതെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഫേസ്ബുക്കുകൾ അത്യാവശ്യം നമ്മുടെ പോസ്റ്റുകൾ അത് ആ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ സന്തോഷം ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത്യാവശ്യം അതുമായി ബന്ധപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർ അത് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. എത്ര വർഷമായിട്ട്, അതായത് എത്ര വർഷമായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാവില്ല, പല ദീർഘകാലമായിട്ടൊക്കെ അവരിൽ ഇവിടെ വന്ന ചികിത്സിച്ചവരിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കുട്ടികളില്ലാതിരുന്ന് 10, 15, 20 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അവരിൽ എത്ര വർഷമായ കേസുകൾ ഡോക്ടർക്ക് ചികിത്സിച്ച് അവർക്കൊരു കുഞ്ഞിനെ നൽകി അല്ലെങ്കിൽ സന്തോഷം അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് എൻ്റെ ഓർമ്മയിൽ 18 വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ഉണ്ടായൊരു കേസാണ് ഏറ്റവും കൂടുതൽ സമയം മറ്റ് ചികിത്സകൾ അല്ലെങ്കിൽ ചെയ്തിട്ട് വന്നവർ. അപ്പോൾ അവരുടെ 18 വർഷത്തിന് ശേഷം അവർ ട്രീറ്റ്മെൻറ്റ് വന്ന സമയത്ത് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്ത് അവർക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിരുന്നു. പക്ഷെ അതൊരു 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് പിന്നെയും നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അത് പോസിറ്റീവായിട്ട് വീണ്ടും അവർക്ക് കുട്ടിയെ കിട്ടുക ചെയ്തത്. അത് കുറച്ച് വർഷങ്ങളായി അത് നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ദൈർഘ്യം വന്നൊരു കേസ് അതാണ്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കേസ് നമ്മുടെ അടുത്ത് എത്തുന്നത്. ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ സ്പീഡിൽ ആൾക്കാർ വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളെക്കുറിച്ച് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇപ്പോൾ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇത്രയും ലേറ്റ് ആവാതെ 4-5 വർഷങ്ങളൊക്കെ ആയ കേസുകളാണ് ഇപ്പോഴൊക്കെ ചെയ്തു വന്നതൊക്കെ. എന്നാലും അത്രയും വേഗത്തിൽ വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് പ്രായത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ, ഒരുപാട് ചികിത്സകൾ കഴിയുന്നതിന് മുമ്പേ കുറച്ച് ആദ്യം തന്നെ ആയുർവേദം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ ഇത് അലോപ്പതിയിൽ ഈ വനിതാ ചികിത്സ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ഹോമിയോയിൽ അതിനനുസരിച്ചൊരു ചികിത്സയെക്കുറിച്ച് സർക്കാർ തലത്തിലേക്ക് വാർത്തകൾ കാണാറുണ്ട്. എന്നാൽ ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു ചികിത്സയെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല. ഇങ്ങനെ അധികം ഡോക്ടേഴ്സും ഇങ്ങനെ ഈ വനിതാ ചികിത്സ ചെയ്യുന്നതിനെക്കുറിച്ചും അധികം എനിക്ക് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഈ ആയുർവേദത്തിൽ ഇതിൻ്റെ ഒരു സാധ്യതയും അല്ലെങ്കിൽ ഈ ആയുർവേദത്തിൽ അതിൻ്റെ ഒരു രീതിയും ചികിത്സാ രീതിയൊക്കെ ഒന്ന് വ്യക്തമാക്കാവോ? ആയുർവേദത്തിൽ അനന്തരമായ സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ്. ആയുർവേദത്തിന് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമ്മുടെ പൊതുവെയുള്ള ധാരണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആയുർവേദത്തിൽ കൂടുതൽ സ്പൈനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോയിന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എല്ലുമായി ബന്ധപ്പെട്ട വാദവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ചികിത്സയാണ് എന്നുള്ള ഒരു ധാരണയാണ് സമൂഹത്തിന് ഉള്ളത്. പക്ഷെ ആയുർവേദം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ സ്പെഷ്യാലിറ്റികളുമുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് ആ സ്പെഷ്യാലിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ സ്ത്രീരോഗ ചികിത്സ. അപ്പം മോഡേണിൽ നമ്മൾ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞ് കേട്ട് പരിചയമുണ്ടാവും. പക്ഷേ ആയുർവേദത്തിൽ പ്രസൂതി തന്ത്രം എന്നാണ് അതിൻ്റെ പേര് വരുന്നത്, സ്ത്രീരോഗം ആൻഡ് പ്രസൂതി തന്ത്രം. അപ്പോൾ ഈ ഒരു പേരുകളുടെ വ്യത്യാസം കൊണ്ടാവാം ആ പേരുകൾ നമ്മൾ സംസ്കൃത ഭാഷയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പൊതുസമൂഹത്തിലേക്ക് അത് മനസ്സിലാവാതെ വരുന്നതുകൊണ്ടാവാം കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോയത്. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉള്ള ഒരു മേഖലയാണ് ആയുർവേദം. അതിനകത്തൊരു സ്പെഷ്യാലിറ്റി പ്രത്യേകിച്ച് ആയുർവേദ ഗൈനക്കോളജി അല്ലെങ്കിൽ സ്ത്രീരോഗം എന്ന് പറയുന്നതിന് ഈ MS കോഴ്സ് അല്ലെ PG കോഴ്സുകൾ നടക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഈ ഒരു രംഗത്തേക്ക് പ്രാവീണ്യം തെളിയിച്ചു വരാനുള്ള ഒരു അവസരങ്ങൾ തിരിച്ച് സമൂഹം അവരെ മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഈ രംഗത്ത് വലിയ രീതിയിലുള്ള വിജയങ്ങൾ വരാതെ പോയിട്ടുണ്ടാവുക. ആയുർവേദം തീർച്ചയായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് വളരെ പ്രാധാന്യം നൽകുന്നതും ഗൈനക്കോളജി MS കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന എത്രയോ ഡോക്ടർമാർ നമുക്ക് ചുറ്റുമുള്ളതുമായ ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെ സമൂഹം തിരിച്ചറിയുക, ഉപയോഗപ്പെടുത്തുക. ഡോക്ടറെ, ഈ വന്ധ്യതാ ചികിത്സയിൽ നമുക്ക് ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും ആയുർവേദ വിധി പ്രകാരം? അല്ലെങ്കിൽ ആയുർവേദ രീതിയിൽ ആണല്ലോ ഡോക്ടർ ചികിത്സ. അപ്പോൾ ആയുർവേദത്തിൽ ഡോക്ടറുടെ ഏതൊക്കെ മേഖലകളിൽ ഡോക്ടർ ഈ ചികിത്സ ഫലപ്രദമായി നടത്തിയിട്ടുണ്ട്? ഞാനിപ്പോൾ ചെയ്ത കേസുകൾ പറയുകയാണെങ്കിൽ കുറേ മെയിൽ ഇൻഫെർട്ടിലിറ്റി കേസുകളായിരുന്നു. അതിനകത്ത് നമ്മുടെ കൗണ്ട് കുറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ തന്നെ വെരിക്കോസീൽ കാരണം കൗണ്ട് കുറയുന്ന കേസുകൾ. വെരിക്കോസീൽ മരുന്ന് കൊണ്ട് തന്നെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്യുന്നത്. സാധാരണ ഒരു സർജറിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള കേസുകളൊക്കെയാണത്. അതുപോലെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി കേസുകളാണെങ്കിൽ AMH ആൻറ്റി മുല്ലേറിയൻ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി കേസുകൾ, അതുപോലെ
ട്യൂബൽ ബ്ലോക്ക് കൊണ്ടുണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റി കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ചെയ്തൊരു കേസ് അങ്ങനെയുള്ള കേസുകളാണ്. പിന്നെ PCOD ആയി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള കേസുകൾ ചെയ്തിട്ടുണ്ട്. മറ്റ് ഹോർമോൺ ഇൻബാലൻസുകൾ കൊണ്ടുണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റി കേസുകൾ, ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള റിസൾട്ട് വന്നിട്ടുള്ള കേസുകൾ വരുന്നത്. കൂടുതലും പിന്നെ 30 വയസ്സിന് മുകളിലേക്ക് വരുന്ന കേസുകളിൽ അധികവും ഈ ഹോർമോൺ കുറവ് കൊണ്ടുണ്ടാവുന്ന കേസുകളാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. അപ്പം ആയുർവേദത്തിലേക്ക് വരുമ്പോൾ പൊതുവേ കുറച്ച് ലേറ്റായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആളുകൾ വരുമ്പോൾ മറ്റെല്ലാ ചികിത്സകളും എല്ലാം ചെയ്തതിന് ശേഷമൊക്കെയാണ് ആൾക്കാർ തേടി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഈ പ്രായം ഒരു ബുദ്ധിമുട്ടായി വരാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ വരുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അവരെ ആദ്യം ഫേസ് ചെയ്ത പ്രോബ്ലം പിന്നീട് ഏജ് കൂടുന്നതനുസരിച്ചുള്ള പ്രോബ്ലം ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കേസുകളും ഒത്തിരി മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചില കേസുകളിൽ രണ്ടുപേർക്കും പ്രശ്നമുണ്ടാവും. ഇപ്പം മെയിൽ ഇൻഫെർട്ടിലിറ്റിയും ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയും രണ്ടും കൂടെ ഒന്നിച്ചായിരിക്കും, രണ്ടുപേർക്കും പ്രോബ്ലം ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള കേസുകളും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ട് അവർക്കും പോസിറ്റീവായ റിസൾട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തിലേ നമുക്ക്, അതായത് ഒരുപാട് ചികിത്സ നടത്താതെ തുടക്കം തന്നെ ആയുർവേദത്തെ തേടിയെത്തുന്നവരിൽ നമുക്ക് ഏറെ ഫലപ്രദമായിട്ട് തന്നെ ചികിത്സ നടത്താൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാകുന്നത്. അതെ, നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് കോംപ്ലിക്കേഷൻസ് കൂടുകയാണ് തീർച്ചയായിട്ടും കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ തന്നെ നമ്മൾ മറ്റുള്ള ചികിത്സാ രീതികൾ തേടുന്നതോടൊപ്പം ആദ്യം തേടി അതിൽ തന്നെ ഒരുപാട് നാൾ മുന്നോട്ട് പോയി നമ്മൾ വീണ്ടും വീണ്ടും അതിനകത്തൊരു ശ്രമം, ഒരേ ചികിത്സാ രീതിയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ ചികിത്സ തേടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചികിത്സാ രീതി ഒന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ വ്യത്യസ്തരായ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു നോക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ആദ്യം കാണിച്ച സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിൽ കാര്യമായ റിസൾട്ട് വരാതെ കാണുകയാണെങ്കിൽ സെക്കൻഡ് ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഉടൻ തന്നെ അതേ മേഖലയിൽ തന്നെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് മാറുന്നതിനേക്കാളും മറ്റൊരു ചികിത്സാ രീതിയിൽ, പ്രത്യേകിച്ച് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ആയുർവേദം ആയതുകൊണ്ട് ആയുർവേദം പോലെയുള്ള ഒരു ചികിത്സാ രീതി, ഇപ്പോൾ ഹോമിയോ ഒക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഹോമിയോ ആണെങ്കിൽ ഹോമിയോ ആവട്ടെ, ഒരേ ചികിത്സാ രീതി പിന്തുടരുന്നതിനേക്കാളും നല്ലത് മറ്റുള്ള ചികിത്സാ രീതിയിലുള്ള സാധ്യതകൾ കൂടി ഒരുപാട് വൈകാതെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. ഡോക്ടർ, ഈ വന്ധ്യതാ ചികിത്സ ഈ ആയുർവേദത്തിൽ ഡോക്ടർ നടത്തുമ്പോൾ സാധാരണ എത്ര മാസം വരെ ട്രീറ്റ്മെൻറ്റ് നീളാറുണ്ട്, അല്ലെങ്കിൽ എത്ര മാസം വരെ എടുക്കുമ്പം അവർക്ക് ആ ചികിത്സ ഫലപ്രദമായി വരുന്നുണ്ട്? അത് പിന്നെ ഓരോ കേസിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ആദ്യം ഒരു കേസ് നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ ഒന്നുകിൽ അവർ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ട് വന്നവരായിരിക്കും, അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് കുറയും. അല്ലാത്തവരിൽ നമ്മൾ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഐഡന്റിഫൈ ചെയ്ത കണ്ടീഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ചികിത്സയുടെ നിർണ്ണയം വരിക. അത് തന്നെ എവരി പേഷ്യന്റ് ചിലപ്പോൾ ഡിഫറൻസ് ഒരുപാട് ഉണ്ടാവാം. അപ്പം ഒരു 3 മാസം ഏറ്റവും മിനിമം ടൈം, 3 മാസത്തിൽ തന്നെ പോസിറ്റീവായ കേസുകളുണ്ട്. 3 മാസം മുതൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമെടുത്ത കേസുകൾ വരുന്നത് 1.5 വർഷം വരെയാണ്. അപ്പം ഒരു 3 മാസം മുതൽ 1.5 വർഷം വരെയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സമയം. അത് ആ കറക്ഷന്റെ എത്രത്തോളം കറക്റ്റ് ചെയ്യാനുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പേർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ 2 പേരുടെയും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എടുക്കുന്ന സമയം. ചില ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആന്റിമുള്ളറിൻ ഹോർമോണിന്റെ കാര്യം പറഞ്ഞു, AMHന്റെ കുറവൊക്കെ പറഞ്ഞു. AMHന്റെ കുറവൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായ കേസുകളാണ്. കാരണം അത് AMH കൂട്ടിയെടുക്കാൻ നല്ല പ്രയാസമുള്ളതാണ്. നോർമലി അത് കൂടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നൊരു കേസൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ കുറച്ച് നന്നായിട്ട് നമ്മൾ എഫേർട്ട് ചെയ്യേണ്ടി വരും. അതിലൊക്കെയാണ് ഒരു 1.5 വർഷം വരെയൊക്കെ സമയം എടുക്കാറുള്ളത്. അങ്ങനെ ഓരോ കേസിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ചികിത്സ ചെലവിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമുക്കൊരു മാസത്തിലൊരു വലിയൊരു തുകയൊന്നും ചിലവ് വരാറില്ല. ഒരു ആയുർവേദത്തിന്റെ ഒരു സാധാരണ മറ്റുള്ള രോഗങ്ങൾക്കൊക്കെ നമ്മൾ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ചികിത്സിക്കുന്ന അതേപോലെയുള്ള ചെലവുകളൊക്കെ മാത്രമേ തന്നെ ഈ ഒരു കാര്യത്തിലും വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ടൊരു വലിയൊരു ബാധ്യതയൊന്നും ഇല്ലാതെ തന്നെയാണ് എല്ലാവർക്കും ചികിത്സ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ഡോക്ടർ സാധാരണ വന്ധ്യതാ ക്ലിനിക്ക് മാത്രമല്ല നടത്തുന്നത്, ആയുർവേദത്തിലെ മറ്റെല്ലാ ചികിത്സകളും ഡോക്ടറുടെ ഈ പലേരി ആയുർവേദ ക്ലിനിക്കിൽ ചെറുപുഴയിലുണ്ട്. എന്നാൽ ഈ വന്ധ്യതാ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ വന്ധ്യതാ ട്രീറ്റ്മെൻറ്റ് വഴി കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാകും മറ്റ് ചികിത്സകളെക്കാളും. അത് ഡോക്ടറുടെ അനുഭവത്തിൽ നിന്ന്
എന്തെങ്കിലുമൊക്കെ നല്ല അനുഭവങ്ങളുണ്ടാകാം. അപ്പം 1-2 അനുഭവങ്ങൾ ഡോക്ടർ ഒന്ന് വിശദമാക്കിയാൽ നന്നായിരിക്കും. അത് തന്നെയാണ് ഇത് നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചികിത്സകരെന്ന നിലയിൽ നമ്മുടെ അടുത്തൊരു രോഗി വരുമ്പോൾ അവരുടെ സങ്കടങ്ങളാണ് നമ്മളോട് എപ്പോഴും ഒന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരാളും ഒരു ആശുപത്രിയിലും പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ മുന്നിലും പോകുന്നില്ല. അപ്പൊ ആ സങ്കടങ്ങൾ കേട്ട് നമ്മളും എപ്പോഴും ആ ഒരു മൂഡിലായി പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതിനിടയിൽ ഉണ്ടാവുന്ന വലിയൊരു സന്തോഷമാണിത്. അപ്പൊ ഇതും നമ്മുടെ മുന്നിൽ വരുമ്പോൾ സങ്കടമായിട്ട് വരുവാണെങ്കിലും റിസൾട്ട് കിട്ടി ആ കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, അവര് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഭവം ഒത്തിരി പ്രാവശ്യം അത് നമ്മൾ അനുഭവിച്ചു. നമ്മുടെ ക്ലിനിക്കിലേക്ക് അവർ വരുന്നു, കുട്ടികളെയും കൊണ്ട് വരുന്നു, പല സന്ദർഭങ്ങളിൽ വരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ അടുത്തുനിന്ന് പിന്നെ ഇതുപോലെ കുട്ടിയായ ഒരു പേരൻസ് അവരുടെ ആ കുഞ്ഞിന്റെ എല്ലാ ബർത്ത്ഡേക്ക് നമ്മളെ കാണാൻ വരാറുണ്ട്, സീറ്റ്സുമായിട്ട് വരാം. അതുപോലെ ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ഒരു ആങ്ങളെയും പെങ്ങളെയും. അവർ 2 പേരും കുട്ടികളില്ലായിരുന്നു. അവർ നമ്മുടെ അടുത്ത് ചികിത്സിച്ച് ഒരു ഇരട്ട കുട്ടികളും കിട്ടി, അവർക്ക് ഒരു നോർമൽ കുട്ടി. അപ്പൊ എന്ന് വെച്ചാൽ അവരെ ഒന്നിച്ച് ഒരു ദിവസം കാണാൻ വന്നു. അത് അവരുടെ ആദ്യത്തെ വിദ്യാരംഭത്തിന്റെ ദിവസം അവർ വിദ്യാരംഭം കുറിച്ചിട്ട് അവര് ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അവരുടെ ആ കുട്ടികളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും സന്ദർഭം വരുമ്പോ നമ്മളെയും കൂടി ഓർത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം. അപ്പൊ അത് നമുക്ക് അതിലാണ് നമ്മള് മതിമറക്കുന്നതും നമുക്ക് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. മറ്റൊരു കേസിലും അതില്ല. നമ്മൾ ചികിത്സിച്ച് ഭേദമായി അവർ പോയി, പിന്നെ നമ്മൾ അവരെ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഡോക്ടറെ ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇവരുടെ ഓരോ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ അവരോട് അവരിൽ ഒരാളായി നമ്മളെ അവർ കാണുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം.